നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ. സിബ മെഹന്തിയുടെ മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. 50-ലേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബജറ്റ് അവതരണത്തിനിടയിലായിരുന്നു പ്രഖ്യാപനം. ട്രഷറി നിയന്ത്രണവും വിലവർധനവും നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യം. കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം നടാവലി മഹോത്സവം ധാർമ്മിക സഭ നടന്നു. കരുതലിന്റെ പാഠങ്ങളുമായി കുടുംബശ്രീ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് പരിശീലനം നൽകി. പാഴ്വസ്തുക്കൾക്ക് പുതുജീവനേകി ബോട്ടിൽ ആർട്ട് ശില്പശാല. GHSS ഉപ്പളയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ബോട്ടിൽ ആർട്ട് ശില്പശാല വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് പുതുചിറകുകൾ നൽകി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തതിനു പിന്നാലെ പോലീസിനും ഭർതൃവീട്ടുകാർക്കും അയൽവീട്ടുകാർക്കുമെതിരെ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വാർത്തയ്ക്ക് ആധാരമായ വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാർച്ചിൽ കാസർഗോഡ് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ആലമ്പാടി നാൽക്കടുക്കയിൽ നബീസത്ത് ജസീലയാണ് ജീവനൊടുക്കിയത്. ഈ മാസം 15-ന് വിഷം കഴിച്ച ജസീല ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭർത്താവിന്റെ ബോവിക്കാനം പൗവലിലെ വീടിന് സമീപത്തു നിന്നും 9.5 പവൻ സ്വർണം കാണാതെ പോയ സംഭവത്തിലാണ് ജസീലയെ പോലീസ് ചോദ്യം ചെയ്തത്. അയൽവാസിയും ജസീലയുടെ ഭർതൃവീട്ടുകാരും ജസീലയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയതിന് പിന്നാലെയാണ് വിഷം കഴിച്ചത്. താൻ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നും മോഷ്ടിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി ജസീല വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൈവെള്ളയിൽ വിരിഞ്ഞ മൊഞ്ചുള്ള മൈലാഞ്ചി ചോപ്പിൽ സിബ മെഹന്തിയുടെ മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. 50-ലേറെ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കച്ചവട താൽപര്യത്തിനപ്പുറം കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുകയെന്നതുകൂടിയാണ് ഷേഖ് അക്തറിന് തന്റെ മെഹന്തി ബിസിനസ്. ഉപ്പള ബപ്പായത്തൊട്ടിയിലെ ഷേഖ് അക്തർ കഴിഞ്ഞ 40 വർഷത്തോളമായി മെഹന്തി ബിസിനസ് നടത്തിവരികയാണ്. അതിനിടെ പെരുന്നാൾ വിപണിക്ക് മുന്നോടിയായി റമദാൻ പ്രമാണിച്ച് പ്രദേശത്തെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. കഴിഞ്ഞ 28 വർഷമായി തുടരുന്ന മൈലാഞ്ചിയിടൽ മത്സരം വർഷം തോറും വിപുലപ്പെടുത്തി വരികയാണ്. തുടക്കം 10-ൽ താഴെ മാത്രം കുട്ടികളെ വെച്ചുകൊണ്ടായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ 50-ലേറെ കുട്ടികളാണ് സിബ മെഹന്തിയുടെ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. വിജയികളായവർക്ക് ട്രോഫികളടക്കം വിതരണം ചെയ്തു. BV ബത്തുൽ, മുസ്കാൻ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. വീടിനോട് ചേർന്ന മൈലാഞ്ചി നിർമ്മാണ കമ്പനിയിൽ ഇത്തവണത്തെ പെരുന്നാൾ വിപണിക്കായുള്ള മൈലാഞ്ചി തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് ഷേഖ് അക്തറും കുടുംബവും ജീവനക്കാരും. UP സ്വദേശികളായ 5ഓളം തൊഴിലാളികളാണ് മൈലാഞ്ചി തയ്യാറാക്കുന്നതിൽ കൂടെയുള്ളത്. പെരുന്നാൾ വിപണിയിൽ തന്നെ ലക്ഷക്കണക്കിന് മൈലാഞ്ചി ട്യൂബുകളാണ് ഷേഖ് അക്തർ വിറ്റഴിക്കുന്നത്. കേരളത്തിലെ എറണാകുളം വരെയും ദക്ഷിണ കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും സിബ മെഹന്തിക്ക് വിൽപ്പനയുണ്ടെന്ന് ഷേഖ് അക്തർ പറയുന്നു. കൂടാതെ ഓണം, വിഷു, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങളിലും മെഹന്തി നന്നായി വിൽക്കപ്പെടുന്നുണ്ട്. കയ്യിലിടുന്ന മൈലാഞ്ചിക്ക് പുറമെ നഖത്തിൽ പുരട്ടുന്ന മൈലാഞ്ചിയും നിർമ്മിക്കുന്നുണ്ട്. 100% പ്രകൃതിദത്തമായ തലമുടിയിലിടുന്ന മൈലാഞ്ചിയും സിബ മെഹന്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ സിബ മെഹന്തിക്ക് വലിയ ഡിമാൻഡാണുള്ളതെന്ന് ഷേഖ് അക്തർ പറയുന്നു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയാണ് ഷേഖ് അക്തർ. മെഹന്തി കോമ്പറ്റീഷൻ ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ച 1 മണി വരെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ റംസാനിലും ഈ മത്സരം ഇവിടെ നടക്കുന്നത്. ഇത് 28 വർഷമായി കൊണ്ടുവരികയാണ് ഈ മത്സരം. രാവിലെ മുതൽ 50 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. സിബ മെഹന്തി വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു
മെഹന്തിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മെഹന്തിയാണ്. ഒരുപാട് ആൾക്കാരാണ് ജിബ മെഹന്തിനെ പറ്റി അഭിപ്രായം പറയുന്നത്. നഖത്തിൽ വെക്കുന്ന മെഹന്തിയുണ്ട്, കയ്യിൽ വെക്കുന്ന മെഹന്തിയുണ്ട്, തലക്കിടുന്ന മെഹന്തിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബജറ്റ് അവതരണത്തിനിടയിലാണ് പ്രഖ്യാപനം. ഹരിതസമൃദ്ധിയും ജനങ്ങളുടെ ആരോഗ്യവും മുൻനിർത്തിയാണ് നടപടി. മുരിങ്ങയെ നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷമായി പ്രഖ്യാപിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ. ബജറ്റ് അവതരണത്തിനിടയിലാണ് വൈസ് പ്രസിഡന്റ് ഈ പ്രഖ്യാപനം. നീലേശ്വരത്തിന്റെ ഹരിതസമൃദ്ധിയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും മുൻനിർത്തിയാണിത്. ഇതിന്റെ ഭാഗമായി ഓരോ വീട്ടിലും 3 മുരിങ്ങ തൈകൾ വീതം വെച്ച് പിടിപ്പിക്കുന്ന മുറ്റത്ത് 3 മുരിങ്ങ എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കും. കേവലം കൃഷി എന്നതിലുപരി പിലിക്കോട് പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സഹകരണത്തോടെ മുരിങ്ങയെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് പ്രാദേശിക വിപണി മുതൽ ആഗോള വിപണി വരെ എത്തിക്കുന്ന ഒരു സമഗ്ര ചെറുകിട വ്യവസായ ശൃംഖലയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. മുരിങ്ങയുടെ ഔഷധ ഗുണവും സാധ്യതയും പ്രയോജനപ്പെടുത്തി നീലേശ്വരത്തെ ഒരു മുരിങ്ങ ഹബ്ബായി മാറ്റാൻ ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത മുരിങ്ങയെ നഗരസഭയുടെ വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും സാധാരണക്കാർക്ക് വരുമാനമുണ്ടാക്കാനുമുള്ള നൂതന പ്രഖ്യാപനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ട്രഷറി നിയന്ത്രണവും വിലവർധനവും നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. കരാറുകാരെ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ അടിയന്തരമായി പരിഹരിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. LSGDയിൽ പ്രവൃത്തിയേറ്റെടുത്ത കരാറുകാരുടെ ബില്ലുകൾ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാസങ്ങളോളം ഓഫീസുകളിൽ പിടിച്ചുവെക്കുന്ന പ്രവണത കാസർഗോഡ് ജില്ലയിൽ വ്യാപകമാണെന്നും ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന വികസനത്തിന്റെ പ്രധാന പങ്കാളികളായ കരാറുകാരുടെ നീണ്ടുനിൽക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ അടിയന്തരമായി പരിഹരിക്കണമെന്നും ട്രഷറി നിയന്ത്രണം പിൻവലിച്ച് കുടിശ്ശിക ബില്ലുകൾ അനുവദിക്കുകയും ലൈസൻസ് പുതുക്കൽ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണുകയും ചെയ്യണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകേണ്ടിവരുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1 മാസം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം 10 ലക്ഷം പഴുതി വെച്ച് സർക്കാർ ഇന്ന് ട്രഷറിയെപ്പറ്റി പല വാക്കുകൾ പറയുകയാണെങ്കിലും ട്രഷറിയിൽ 10 ലക്ഷം നിയന്ത്രണം വെച്ച് 1 വർഷത്തോളമായി 10 ലക്ഷം രൂപയുടെ കൂടുതൽ ബില്ല് പോയി കഴിഞ്ഞാൽ കരാറുകാർ അത് സ്വന്തം BDS ആക്കി ഞങ്ങളുടെ വിഹിതം ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുത്ത് എടുക്കണമെന്നാണ് സർക്കാർ പറയുന്നുള്ളത്. ഇതിൽ കാരണം വമ്പിച്ച സാമ്പത്തിക നഷ്ടമാണ് കരാറുകാർക്ക് നേരിടേണ്ടി വരുന്നുള്ളത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാർച്ച് മാസം എന്ന് വെച്ചാൽ എല്ലാം LSTDയിലും വർക്കുകൾ പൂർത്തീകരിക്കുന്ന സമയമാണ്. ചെറുകിട കരാറുകാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു മാസത്തെ പോലും ട്രഷറി തുറന്നു കൊടുക്കാതെ ട്രഷറിയിൽ നിയന്ത്രണവും അതുമാത്രമല്ല ഒരു ബാന് പോലെ ബില്ലുകൾ പോയാൽ ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയും കൂടിയാണ് നിലവിലുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. MA നാസർ, ജാസിർ ചെങ്കള, ഹനീഫ് പൈവളികെ, നൌഷാദ് MM, മജീദ് ബണ്ടിച്ചാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം നടാവലി മഹോത്സവത്തിന്റെ ഭാഗമായി ധാർമ്മിക സഭ നടന്നു. കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിലെ യോഗാനന്ദ സരസ്വതി സ്വാമിജി ആശീർവചനം നൽകി. കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം നടാവലി മഹോത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. മാർച്ച് 1 വരെ നീളുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ധാർമ്മിക സഭയിൽ പ്രമുഖർ പങ്കെടുത്തു. കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിലെ യോഗാനന്ദ സരസ്വതി സ്വാമിജി ആശീർവചനം നൽകി. ಶಿವ ಅಭಿಷೇಕ ಪ್ರಿಯ, ಹಾಗೆ ವಿಷ್ಣು ಅಲಂಕಾರ ಪ್ರಿಯ, ಸುಬ್ರಹ್ಮಣ್ಯ ಅನ್ನದಾನ ಪ್ರಿಯ, ಸೂರ್ಯ ನಮಸ್ಕಾರ ಪ್ರಿಯ, ಹಾಗೆ ಜಗನ್ಮಾತೆ ಸ್ತೋತ್ರ ಪ್ರಿಯರು. ಇವರು ನಮ್ಮ ಲಲಿತಾ ಸಹಸ್ರನಾಮದಲ್ಲಿ ಕೊಂಡಾಡ್ತೇವೆ. ಸ್ತೋತ್ರ ಪ್ರಿಯ ಸ್ತುತಿಪತಿ ಶ್ರುತಿ ಸಂಸ್ಕೃತ ವೈಭವ. ಅಮ್ಮನನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ ಅರ್ಚನೆ ಮಾಡಿದ್ರೆ ഉത്സവ സമിതി ചെയർമാൻ K നാരായണ അധ്യക്ഷത വഹിച്ചു.
രാത്രി 8:30 അരൈ ചിലമ്പൊലി നാടൻ കലാ നാട്ടറിവ് പഠനകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടൻ കലാമേള നടക്കും. 27 ബ്രഹ്മകലശോത്സവവും നടാവലി ഉത്സവവും നടക്കും. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ദിവസേന ക്ഷേത്രസന്നിധിയിൽ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരുതലിൻ്റെ പാഠങ്ങളുമായി കുടുംബശ്രീ ബഡ് സ്കൂൾ ജീവനക്കാർക്ക് പരിശീലനം നൽകി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ലോകം പലപ്പോഴും അവരുടെ വിദ്യാലയങ്ങളിലെ ആയമാരുടെയും പാചകക്കാരുടെയും കൈകളിൽ സുരക്ഷിതമാണ്. അവർക്ക് കൂടുതൽ കരുത്തു പകരാനും കുട്ടികളുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുമുള്ള പുതിയ അറിവുകളുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ശ്രദ്ധേയമായി. ആയിറ്റിക്കടവ് റിസോർട്ടിൽ നടന്ന സംഗമം 100ഓളം വരുന്ന ജീവനക്കാർക്ക് അറിവിന്റെയും ആശ്വാസത്തിന്റെയും പുത്തൻ അനുഭവമായി. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നിർവഹിച്ചു. സ്കൂളുകളിൽ കുട്ടികൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മാനസിക ഉല്ലാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ലക്ഷ്യമെന്ന് കിഷോർ കുമാർ പറഞ്ഞു. ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ ആനന്ദ് പേക്കടം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എങ്ങനെയൊക്കെ ലഘൂകരിക്കാം എന്നതായിരുന്നു പരിശീലനത്തിന്റെ പ്രധാന പ്രമേയം. ആനന്ദ് പേക്കടം നയിച്ച ക്ലാസുകൾ വിരസമായ പ്രഭാഷണങ്ങൾക്കു പകരം രസകരമായ അനുഭവമാക്കി മാറ്റി. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവരോട് എങ്ങനെ സംവദിക്കണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പതറാതെ നിലകൊള്ളണം തുടങ്ങിയ കാര്യങ്ങൾ ജീവനക്കാർക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. പരിശീലനത്തിനപ്പുറം ജീവനക്കാരുടെ തൊഴിൽ ഭാരം കുറയ്ക്കാൻ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാട്ടുവീട്ടിലെ രവീന്ദ്രനും മകൾ വൈഗയും ചേർന്ന് പാടിയ പാട്ടുകൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. ജോലി തിരക്കുകൾക്കിടയിൽ മനസ്സിന് കുളിർമയേകുന്ന ഒന്നായി സംഗീത വിരുന്നു മാറി. KR കാവ്യ സ്വാഗതവും K സോയ നന്ദിയും പറഞ്ഞു. M റെനീഷ, P ഗീതു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബഡ്സ് സ്കൂൾ ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. കേവലം ഒരു പരിശീലനം എന്നതിലുപരി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തുപിടിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒത്തുചേരലായി പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പാഴ്വസ്തുക്കൾക്ക് പുതുജീവനേകി ബോട്ടിൽ ആർട്ട് ശില്പശാല. GHSS ഉപ്പളയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോട്ടിൽ ആർട്ട് ശില്പശാല വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് പുതുചിറകുകൾ നൽകി. പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി അവയെ മനോഹര കരകൗശല വസ്തുക്കളാക്കി മാറ്റുന്ന സൃഷ്ടിപരമായ വിദ്യകൾ ശില്പശാലയിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിലുകൾ കുട്ടികളുടെ കൈകളിൽ കലാസൃഷ്ടികളായി മാറിയപ്പോൾ പരിസ്ഥിതി സംരക്ഷണവും സൃഷ്ടിപരതയും കൈകോർക്കുന്ന ഒരു മനോഹര ദൃശ്യമായി അത് മാറി. BRC ചെറുവത്തൂരിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ഉഷ KV, ബിന്ദു AP എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അവരുടെ മാർഗനിർദ്ദേശത്തിൽ കുട്ടികൾ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക വിജയലക്ഷ്മി K, മഞ്ചേശ്വരം BPC രാജഗോപാലൻ P, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ശ്രുതി S, പ്രമീള KL എന്നിവർ പങ്കെടുത്തു. കുട്ടികളിലെ നൈസർഗിക കഴിവുകളെ പരിപോഷിപ്പിക്കുകയും പരിസ്ഥിതി ബോധം വളർത്തുകയും ചെയ്യുന്ന ഈ ഏകദിന ശില്പശാല പഠനത്തിനപ്പുറം ജീവിതപാഠം പകർന്ന അനുഭവമായി മാറി. സ്വയം നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തി. പാഴ്വസ്തു എന്ന ആശയം മാറി സൃഷ്ടിയുടെ തുടക്കം എന്ന ബോധ്യമായി തീർന്ന ഈ ശില്പശാല പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ സ്മരണീയമായി നിറഞ്ഞു നിൽക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡിന്റെ ആരോഗ്യ ചികിത്സാ രംഗത്ത് അഭിമാന നേട്ടവുമായി വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. മസ്തിഷ്ക സ്ട്രോക്ക് രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ വജ്രവിഭാഗം ഏഞ്ചൽസ് അവാർഡ് വിൻടച്ച് ആശുപത്രിക്ക് ലഭിച്ചു. രോഗികൾക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റിയോടെ ചികിത്സ നൽകി മുന്നേറുന്ന വിൻടച്ചിന്റെ യാത്രയിലെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് പുതിയ ഈ നേട്ടം. മസ്തിഷ്ക സ്ട്രോക്ക് രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന ആശുപത്രികൾക്ക് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ നൽകുന്ന WSO ഏഞ്ചൽസ് വജ്രവിഭാഗം അവാർഡ് കാസർഗോഡ് വിൻടച്ച് ആശുപത്രിക്ക് ലഭിച്ചതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024 വിൻടച്ച് ആശുപത്രിക്ക് WSO പ്ലാറ്റിനം അവാർഡ് ലഭിച്ചിരുന്നു. തുടർന്ന് 2025 WSOയുടെ ഏറ്റവും ഉന്നതമായ ഏഞ്ചൽസ് അവാർഡും കരസ്ഥമാക്കി. ഇതിന്റെ തുടർച്ചയായാണ് 2026 വജ്രവിഭാഗം അവാർഡ് ആശുപത്രിയെ തേടിയെത്തിയത്. തുടർച്ചയായി 3 വർഷം ഈ നേട്ടം കൈവരിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി മേഖലകളിലെ ആദ്യത്തെ ആശുപത്രിയെന്ന അംഗീകാരവും ഇതോടെ വിൻടച്ച് ആശുപത്രി സ്വന്തമാക്കി.
രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ വജ്രപദവിക്ക് പിന്നിലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഗ്ലോബൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് അവാർഡ് കമ്മിറ്റി നൽകുന്ന സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് കമ്പാഷനേറ്റ് ഡോക്ടർ പുരസ്കാരം വിൻടച്ച് ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറും ഫിസിഷ്യനുമായ ഡോക്ടർ മുനവർ ഡാനിഷിന് ലഭിച്ചു. ഫെബ്രുവരി 22-ന് ഹൈദരാബാദിലെ മെറിഡിൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ ആന്ധ്രാപ്രദേശ് മന്ത്രി കെ പുഷ്പലീല, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ജി പൂജിത, ഹരിയാന ഗവർണറുടെ ADC സ്ക്വാഡ്രൺ ലീഡർ മോഹനകൃഷ്ണ എന്നിവർ ചേർന്നാണ് അവാർഡ് സമർപ്പിച്ചത്. വിൻടച്ച് ആശുപത്രിയിൽ പുതിയ ന്യൂറോ വിഭാഗം ആരംഭിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇത്തവണയും നമുക്ക് പുരസ്കാരങ്ങൾ തേടിയെത്തതിന് ആ കാര്യം പൊതുജനങ്ങളെ നിങ്ങൾ മുഖാന്തരം അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങളെ എല്ലാവിധ പിന്തുണയും സ്നേഹവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ നൽകുന്ന ഡയമണ്ട് പുരസ്കാരം തുടർച്ചയായി ഈ വർഷവും നമ്മുടെ വിൻടച്ച് ആശുപത്രിയിൽ തേടിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ ഇത്തരത്തിൽ അവാർഡുകൾ ലഭിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി മേഖലകളിലെ ആദ്യത്തെ ആശുപത്രി എന്ന അപൂർവ ബഹുമതിയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. ഇനിയും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക് ട്രിപ്പിൾ ഡയമണ്ട് എന്ന ഒരു ഡ്രീം അച്ചീവ്മെൻറ്റിലേക്കാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി ഇട്ട ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർക്ക് സിസ്റ്റത്തിലൂടെയാണ് അങ്ങനെ കിട്ടുന്നത്. ഇവിടെ ആർക്കും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോഴിക്കോട് മിംസ് കഴിഞ്ഞാൽ നമുക്ക് ഈ റീജിയനിൽ നമുക്ക് കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഒരു ബഹുമതിയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ കുറച്ച് ആശുപത്രികൾക്ക് മാത്രം കിട്ടിയ ഒരു ബഹുമതിയാണ്. ഡോക്ടർ മുനവർ ദാനിഷ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തെടുക്ക, CEO TP രഞ്ജിത്ത്, ഓപ്പറേഷൻ ഹെഡ് ഐശ്വര്യ അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അസംഘടിത തൊഴിലാളികളുടെയും ക്ഷേമനിധി തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നീക്കത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് വിജയൻ കുനിശ്ശേരി പറഞ്ഞു. തൊഴിലാളികൾ ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത നിയമങ്ങളെല്ലാം ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ലേബർ കോഡ് നടപ്പിലാക്കുകയാണ്. ഈ നിയമത്തിനെതിരെ സമരം ശക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ രാജ്യത്ത് 15 കോടിയോളം ഗ്രാമീണ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അതിൽ ഏറ്റവും കൂടുതൽ മാതൃകാപരമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരള സംസ്ഥാനം. ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കും. സ്ത്രീകൾ, പുരുഷന്മാർ. കിണറുകൾ, കുളങ്ങൾ നന്നാക്കൽ, ചെറിയ റോഡുകൾ നന്നാക്കൽ ഉൾപ്പെടെ വികസനോന്മുഖമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകി തൊഴിൽദാതാക്കളായി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ തന്നെ സഹായിച്ചുകൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല ഘടനകളെയും മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതം 60% എന്നുള്ളത് 40%, കേന്ദ്ര സർക്കാരും 60%, ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരും വകയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രാവർത്തികമായി നടപ്പിലാക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KV കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. KV കൃഷ്ണൻ, K രാമദാസ്, PP ചാക്കോ, TD ജോണി, B സുകുമാരൻ എന്നിവരടങ്ങിയ പ്രസീഡിയവും
ബിജു ഉണ്ണിത്താൻ, രമേശൻ കാര്യങ്കോട്, കെ ശാർങ്ങാധരൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ പ്രവർത്തന റിപ്പോർട്ടും, രമേശൻ കാര്യങ്കോട് രക്തസാക്ഷി പ്രമേയവും, തുളസീധരൻ ബളാനം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മുരളി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി V രാജൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഫെഡറേഷന്റെ തുടക്കകാലത്തെ നേതാക്കളായ PNR അമ്മണ്ണായ, M സഞ്ജീവ ഷെട്ടി എന്നിവരെ AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കേരളത്തിൽ ആകർഷകരമായതും തൊഴിലാളികളുടെയും കുടുംബത്തിന്റെയും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. താരിഫ് വർധനവിലൂടെയും 10 വർഷത്തിലധികമായി തൊഴിൽ വകുപ്പ് പിരിച്ചെടുക്കേണ്ടുന്ന സെസ് പിരിച്ചെടുക്കുന്നതിന് മുഖ്യ പരിഗണന നൽകുകയും കേന്ദ്ര നിയമപ്രകാരം 2% സെസ് പിരിക്കുന്നതിനും മറ്റും ക്ഷേമ ബോർഡിന് വരേണ്ട തുക സംഭരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്തി പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം KV കൃഷ്ണനെ ജില്ലാ പ്രസിഡന്റായും ബിജു ഉണ്ണിത്താനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. PP ചാക്കോ, K ചന്ദ്രശേഖര ഷെട്ടി, CK ബാബുരാജ്, DD ജോണി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. രാംദാസ് K ശാർങ്ങാധരൻ, രമേശൻ കാര്യങ്കോട്, M ഗണേശൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തുളസീധരൻ ബളാനത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI വിദ്യാനഗറിന്റെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനം വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ ഹബീബ് ചെട്ടുംകുഴി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക മാതൃഭാഷാ ദിനം വ്യത്യസ്ത പരിപാടികളോടെ JCI വിദ്യാനഗർ ആഘോഷിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ ഹബീബ് ചെട്ടുംകുഴി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് അനീഷ് R അധ്യക്ഷത വഹിച്ചു. റാഷിദ് KH, ദിവ്യ സുനിൽ, മൊയ്തീൻ അഫ്രീദ്, ആസിയ PA, ബിന്ദു M, സാജിദ P, ഖദീജത്ത് ബഹിയാന, നിഷ A എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പോസ്റ്റർ രചന, കവിതാ പാരായണം, മലയാള ഗാനം, മലയാള പ്രഭാഷണങ്ങൾ എന്നിവ നടന്നു. പ്രോഗ്രാം ഡയറക്ടർ ശരണ്യ നാരായണൻ സ്വാഗതവും സെക്രട്ടറി സക്കീന ബാനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സിവിൽ സർവീസ് സംരക്ഷിക്കുവാനും ജനപക്ഷ സിവിൽ സർവീസിനും അഴിമതിരഹിത സിവിൽ സർവീസിനും വേണ്ടി ജോയിന്റ് കൗൺസിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതിന് ജീവനക്കാർ മുന്നിട്ടിറങ്ങണമെന്ന് ജോയിന്റ് കൗൺസിൽ വിദ്യാനഗർ മേഖലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. വിദ്യാനഗർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഹാളിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CK ബിജുരാജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ജോയിന്റ് കൗൺസിൽ വിദ്യാനഗർ മേഖലാ സമ്മേളനം. സിവിൽ സർവീസ് സംരക്ഷിക്കാനും അതുപോലെ ജനപക്ഷ സിവിൽ സർവീസിനും അഴിമതിരഹിത സിവിൽ സർവീസിനും വേണ്ടി ജോയിന്റ് കൗൺസിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതിന് ജീവനക്കാർ മുന്നിട്ടിറങ്ങണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. വിദ്യാനഗർ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഹാളിൽ നടന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CK ബിജുരാജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സിവിൽ സർവീസ് തന്നെ ഒരു തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെ ഈ സമ്മേളനം നടക്കുന്നത്. രാജ്യത്ത് സിവിൽ സർവീസിനെ തകർക്കാനുള്ള നടപടികൾ, നിയമങ്ങൾ രാജ്യം ഭരിക്കുന്ന സർക്കാരും ലോകത്താകമാനം ലോകരാജ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോക പോലീസ് ചെറിയുന്ന അമേരിക്ക ട്രംപ് ഭരണകൂടം നടത്തുന്ന കിരാതവൽക്കരണം നിങ്ങൾക്കെല്ലാം അറിയാം. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലൻ പ്രധാനമന്ത്രി നിക്കോളാസ് മെഡ്രോമെ ഒരു അർദ്ധരാത്രി ട്രംപ് ഭരണകൂടം തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഈ വെനിസ്വേല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്സിക്കോ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1900 ശേഷം
നമ്മുടെ കൽക്കരി ഉപയോഗത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞപ്പോൾ, ലഭ്യത കുറഞ്ഞപ്പോൾ ലോക രാജ്യങ്ങളൊക്കെ ക്രൂഡ് ഓയിൽ വിപണിയിലേക്കാണ് സാധ്യതകൾ തെളിയിച്ചത്. അതിൻ്റെ സാങ്കേതികവിദ്യ പരിഷ്കരിച്ച് വികസിപ്പിച്ചെടുത്ത് ക്രൂഡ് ഓയിലിലെ അസംസ്കൃത എണ്ണയെ എങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും ഇന്ധനങ്ങളാക്കാമെന്ന് വേർതിരിച്ചെടുത്തത്, അതിൻ്റെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടനായിരുന്നു. പക്ഷേ മേഖലാ പ്രസിഡന്റ് സുരേഷ് കുറ്റിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി രമേശ് KT പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ റെജി R വരവ് ചെലവ് കണക്കും, ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം പ്രീത K, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിശ്വംഭരൻ M, നിഷ PV എന്നിവർ സംസാരിച്ചു. ലിതിൻ VP രക്തസാക്ഷി പ്രമേയവും രമ്യ MA അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലൻ TV നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഉമ്മർ TM പ്രസിഡന്റായും റെജി KR, ഷീജ അത്തോളി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സുരേഷ് കുറ്റിപ്പുറത്തിന് സെക്രട്ടറിയായും, വേണുഗോപാലൻ TV, അനിത M എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, സുജിത്ത് ഉണ്ണിത്താനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇറങ്ങിപ്പോകുന്ന പോക്കിൽ പ്രഖ്യാപിച്ച ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ എന്ന സർക്കാർ നടപടി പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കണ്ണിൽ പൊടിയിടുവാനായി തട്ടിക്കൂട്ടിയതാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ആരോപിച്ചു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെറും 3 മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പണം അസാധ്യമാണെന്നിരിക്കെ കേരള സർക്കാർ നടത്തിയത് തട്ടിപ്പാണെന്ന് KSSPA ആരോപിച്ചു. കഴിഞ്ഞ 9 വർഷമായി പെൻഷൻകാരുമായി യുദ്ധം നടത്തിയ LDF സർക്കാർ പുതുതായി വരുന്ന സർക്കാരിന്റെ ചുമലിൽ പെൻഷൻ പരിഷ്കരണം ഇടാനുള്ള തന്ത്രമാണ് ഇപ്പോൾ കൈക്കൊണ്ടതെന്നും കൺവെൻഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് യൂത്ത് കോൺഗ്രസ്സാണ്. ഈ സംഘടനക്കുറിച്ച് തന്നെ ഈ രീതിയിലുള്ള സമ്പ്രദായം ഇല്ല. ഇത് നിങ്ങൾ കാര്യക്കുറിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓരോ കൊല്ലം കൂടുമ്പോഴും ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം അത് കൃത്യമായി നടത്തുന്നു. അതുമാത്രമല്ല പെൻഷൻ പറ്റുന്ന ആളുകളെ ആ വരവേൽപ്പ് അവർ കടന്നുകൂടി നിർവഹിക്കുന്നു. അതൊക്കെ തന്നെ എല്ലാവരും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത്രയും ഈ അടുത്ത കാലത്തായി ചീഫിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിന് വളരെ ഗംഭീരമായ പരിപാടി നടത്തുന്നുണ്ടല്ലോ, നിങ്ങളുടെ ട്രസ്റ്റിൽ നടത്തിയ സമരം, നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ നടത്തിയ സമരം, ഈ സമരങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു ചർച്ച വിഷയമായിട്ടുണ്ട്. പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ 10-30-35 പേരെല്ലാവരും അവർ സർവീസിൽ ജോലി ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P ദാമോദരൻ നമ്പ്യാർ, KM വിജയൻ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം, നിയോജക മണ്ഡലം സെക്രട്ടറി PK സത്യനാഥൻ, ട്രഷറർ C രാധാകൃഷ്ണൻ മാസ്റ്റർ, പത്മനാഭൻ പാലേരി, ലിസമ്മ ജേക്കബ്, KM വിജയൻ, CP ഉണ്ണികൃഷ്ണൻ, E മോഹനൻ, KV ദാമോദരൻ, P നാരായണി എന്നിവർ സംസാരിച്ചു. യക്ഷഗാന കലയ്ക്ക് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നാടൻ കലാ അക്കാദമി അവാർഡ് നേടിയ KK പിഷാരടിയെ കൺവെൻഷനിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡ്ഡിങ്സിന്റെ ഹബീബി കം ടു ശോഭിക എന്ന ഈദ് ക്യാമ്പയിനിന്റെ ലോഗോ ലോഞ്ച് ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ് ഷോറൂമിലാണ് പരിപാടി നടന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡിങ്സിന്റെ ഹബീബി കം ടു ശോഭിക എന്ന ഈദ് ക്യാമ്പയിന്റെ ലോഗോ ലോഞ്ച് നടന്നു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് ഷോറൂമിലാണ് ചടങ്ങ് നടന്നത്. 2026 ഈദ് കളക്ഷനെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പ്രചാരണ പരിപാടിയുടെ തുടക്കമായാണ് ലോഗോ പ്രകാശനം നടന്നത്. ഇഫ്താർ മീറ്റപ്പ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖ സിനിമാ താരം കാർത്തിക വിജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അവാർഡ് ഇരിക്കട്ടാ, പിന്നെ 2 സിനിമകള്, അങ്ങനെ നിങ്ങൾ അങ്ങനെ വലിയ അതിഥിയായിട്ടൊന്നും കണ്ട. കാരണം എന്റെ മുഖം നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ കുറേ ഫേസസ് ഭയങ്കര പരിചയമാണ്. കാരണം ഞാൻ ഇത് വന്നപ്പോൾ തൊട്ട് ശോഭികയിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു വരലുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുത്തത് ഇടുന്നതാണ്.
അപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു മാച്ചിങ് അറ്റയർ എടുക്കാനുണ്ടെങ്കിലെല്ലാം നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ശോഭിക തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ കാഷ്വൽ ആയാലും ഫോമൽ ആയാലും നമുക്ക് എല്ലാ ഒരു സെലക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെൻ്ററാണ് ശോഭിക വെഡിങ്സ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുക ശോഭിക തന്നെയാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ഇത്രയും കാലമായിട്ട് ഇത് വന്നത് തൊട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റീൻ്റെയും നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ കാഞ്ഞങ്ങാട്ടുകാർക്ക് ഇടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് വെരി വാല്യുബിൾ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ കാസർഗോഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പുതിയ ഷോറൂം തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ BNI കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആൻഡ് വയനാട് മേഖലകളിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ ഷെരീഫ്, ഷിജു ചേമ്പ്ര, മലബാർ റീജിയൻ സീനിയർ സപ്പോർട്ട് ഡയറക്ടർ ഷിഹാബ്, റീജിയണൽ കോർഡിനേറ്റർ അഷ്കർ അലി, ബിഗ്മാൾ ഡയറക്ടർ ഷംസ്ദീൻ പാലക്കി എന്നിവർ പങ്കെടുത്ത് ആശംസയർപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ ശോഭയെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ശോഭിക മനസ്സിലുണ്ട്. ശോഭിക എന്താണെന്ന് അവർ വളരെയധികം പഠിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹബീബി കം ടു ശോഭിക ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിട്ടില്ല. കാസർഗോഡിലെ എല്ലാ ജനങ്ങളിലും ശോഭിക ഉറങ്ങിക്കിടക്കുന്നില്ല, ഉണർന്നു കിടക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്ത് മുമ്പ് പറഞ്ഞത് തന്നെ പറയാം, അല്ലെങ്കിൽ കാർത്തിക പറഞ്ഞത് പറയാം. ഏതായാലും ശോഭികയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹബീബി കം ടു ശോഭിക ക്യാമ്പയിൻ വഴി ഉപഭോക്താക്കൾക്ക് പുതുമയും വൈവിധ്യവും നിറഞ്ഞ ഈദ് വസ്ത്രങ്ങളാണ് ശോഭിക വെഡിങ്സ് ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന പ്രത്യേക കളക്ഷൻസുകളും ഓഫറുകളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ നിരവധി വിശിഷ്ടാതിഥികളും ശോഭിക വെഡിങ്സ് ഡയറക്ടർ ഹാഷിർ ഫാജർ, ജനറൽ മാനേജർ റിഷാദ് എ, ഷോറൂം മാനേജർ മൻസൂർ, മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഫസലു എന്നിവരും പങ്കെടുത്തു. ഉപഭോക്താക്കളുടെ മികച്ച പിന്തുണയാണ് ശോഭിക വെഡിങ്സിന്റെ മുന്നേറ്റത്തിന് ശക്തിയെന്ന് മാനേജ്മെന്റ് പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് IIPD സെന്റർ ആദ്യഘട്ടം ജൂണിൽ സമർപ്പിക്കും. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാകും. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, തെറാപ്പി യൂണിറ്റുകൾ, കലാപരിശീലന സമുച്ചയം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പ്രകാശനം നടത്തിയത്. തുടർന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക. കാസർഗോഡിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ബേക്കൽ കോട്ടയുടെ മാതൃകയിലാണ് കലാപരിശീലന സമുച്ചയം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ IIPD സന്ദർശകർക്ക് ഏറെ കൗതുകവും വിസ്മയകരവുമായ നിമിഷങ്ങൾ ഇവിടെ ആസ്വദിക്കുവാനും കഴിയും. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംരംഭം നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെയും ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. 120 കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ മോഡലിന്റെ പ്രാധാന്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഈ രംഗത്തെ പ്രമുഖരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിപുലമായ ക്രമീകരണങ്ങളോടെ കാസർഗോഡ് ജില്ലയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്ന് പദ്ധതി വിശദീകരണ യോഗത്തിൽ IIPDയുടെ മുഖ്യ സൂത്രധാരനും ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും അവർക്കും സമൂഹത്തിൽ തുല്യമായ ഒരിടം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പദ്ധതി ഒരുക്കുന്നത്.
ഇത്തരമൊരു വലിയ പദ്ധതിക്ക് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പറയാനുള്ളത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ഗ്ലോബൽ മോഡൽ ആയിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്നൊരു സൗധമാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമല്ല. നേരെ മറിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ഏറ്റവും വലിയ രീതിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മാതൃകകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചത്. ഇന്ന് ഫെബ്രുവരി 23-ആണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു മീഡിയ വിസിറ്റ് നടത്തിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ട് ബേക്കൽ ഫോർട്ട്, ഈ ഒരു പ്രദേശത്തിൻ്റെ തന്നെ ആ സൗന്ദര്യം വിളിച്ചോന്ന രീതിയിൽ ബേക്കൽ ഫോർട്ട്, അതിൻ്റെ മുകളിലായിരിക്കും പെർഫോമൻസ് നടക്കുന്നത്. നേരെ മറിച്ച് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 ബിൽഡിങ്ങിനകത്ത് നടക്കും. അതിനങ്ങോട്ട് റീഹാബിലിറ്റേഷൻ്റെ ഏരിയയാണ്. രണ്ടാമത്തെ ഫേസായിട്ടാണ് സ്പോർട്സ് സെൻറ്ററും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. അങ്ങനെ 3 ഫേസുകളിലായിട്ട് വർക്ക് തീർക്കും. അപ്പോൾ നമ്മൾ ജൂൺ 1 കൂടിയിട്ട് നമുക്ക് മെയ് 31 കൂടി ഇതിന് വർക്ക് തീർത്തതിന് ശേഷം ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തു തുടങ്ങാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലാണ് അത്രമാത്രം സയൻറ്റിഫിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. 121 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത് അതിലൂടെയും CSR ഫണ്ടുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം ഈ സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. അലഞ്ഞ് നടക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അത് പല രാജ്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് മാജിക് മാത്രമാണല്ലോ. അതുകൊണ്ട് ഞാൻ മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷൻ ചേർത്ത് ഇതിനു വേണ്ടി മാത്രം ഒരു ഷോ സെറ്റ് ചെയ്തതാണ്. അതിനകത്ത് 1 രൂപ പോലും ഞാൻ പ്രതിഫലം മേടിക്കുന്നില്ല. നേരെ മറിച്ച് എന്താണോ അതിനകത്ത് കിട്ടുന്നത് അത് മുഴുവൻ ഇതിനകത്തേക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ IIPD ഡയറക്ടർ മിനു, DAC ഇൻ്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ, CFO അശ്വതി നിശാന്ത്, പോൾ കറുകപ്പള്ളിൽ, പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ സമാപന ദിവസം പൊട്ടൻ ദൈവം, ചാമുണ്ടിയമ്മ, ഗുളികൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും കളഞ്ഞുകിട്ടിയ 2 ലക്ഷത്തിൽ പരം രൂപ വിലയുള്ള വജ്രമാല ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉടമസ്ഥയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു. തങ്ങൾ ചെയ്യുന്നത് വെറുമൊരു തൊഴിൽ മാത്രമല്ല, മറിച്ച് വലിയൊരു സാമൂഹിക സേവനമാണെന്ന് ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ മാസത്തിലും ഒരു ദിവസം തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറു ഭാഗത്തെ കാനറ ബാങ്കിനടുത്തുള്ള കെട്ടിടത്തിലെത്തിയപ്പോഴാണ് ഡയമണ്ട് മാല കളഞ്ഞുകിട്ടിയത്. വിവിധ സംഘങ്ങളായി 42 അംഗങ്ങളാണ് ടൗണിലെ വ്യത്യസ്ത കെട്ടിടങ്ങളിൽ കയറിയിറങ്ങി പ്ലാസ്റ്റിക് ശേഖരിച്ചത്. സേനാംഗങ്ങളായ പള്ളത്തിലെ M ഉഷ, തങ്കയത്തെ C സ്മിത, ഉടുമ്പുന്നലയിലെ M ശൈല, മെട്ടമ്മലിലെ APT ജുവൈര്യ എന്നിവരുൾപ്പെട്ട സംഘത്തിനാണ് ആഭരണം കിട്ടിയത്. തറയിൽ കിടക്കുന്ന ആഭരണം ഉഷയാണ് കണ്ടത്. തുടർന്ന് മറ്റംഗങ്ങളെ വിളിക്കുകയും കയ്യിൽ കിട്ടിയത് വെറുമൊരു ചെയിനല്ല, ഡയമണ്ട് പതിച്ച ഒറിജിനൽ നെക്ലേസ് ആണെന്നും അവർ തിരിച്ചറിയുകയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുല്ലയെയും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റാഷിദിനെയും ഇവർ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഡയമണ്ട് നെക്ലേസ് പയ്യന്നൂർ സ്വദേശിയും ഉടമയുമായ ഡോക്ടറെ കണ്ടെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുല്ല, സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്,
പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ മാല കൈമാറുകയായിരുന്നു. കളഞ്ഞുകിട്ടിയ വജ്രമാല ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സത്യസന്ധതയെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അഭിനന്ദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും സഹപ്രവർത്തകരും സേനാംഗങ്ങളായ 4 പേരെയും പ്രശംസിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ. സിബ മെഹന്തിയുടെ മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. 50-ലേറെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. നീലേശ്വരം നഗരസഭയുടെ ഔദ്യോഗിക വൃക്ഷം ഇനി മുരിങ്ങ. ബജറ്റ് അവതരണത്തിനിടയിലായിരുന്നു പ്രഖ്യാപനം. ട്രഷറി നിയന്ത്രണവും വിലവർധനവും നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യം. കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം നടാവലി മഹോത്സവം ധാർമ്മിക സഭ നടന്നു. കരുതലിന്റെ പാഠങ്ങളുമായി കുടുംബശ്രീ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് പരിശീലനം നൽകി. പാഴ്വസ്തുക്കൾക്ക് പുതുജീവനേകി ബോട്ടിൽ ആർട്ട് ശില്പശാല. GHSS ഉപ്പളയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ബോട്ടിൽ ആർട്ട് ശില്പശാല വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് പുതുചിറകുകൾ നൽകി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സർക്കാർ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന് കാസർഗോഡ് ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. AICBCW ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.